ജനങ്ങൾക്കൊന്നും ചെയ്യാണ്ടായി കഴിയുമ്പോഴത്തേക്ക് ജനം പ്രതികരിക്കൂലേ? കേരളത്തിൽ നിന്ന് LDF തന്നെ വേണമെന്നില്ല. UDF ആയാലും അവിടെ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ടാണ് പിണറായിയുടെ ഒരു ധാർഷ്ട്യമാണ് അവരുടെ തോൽവിയുടെ കാരണം. ധാർഷ്ട്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായത്. പിഴിഞ്ഞ് കാശുണ്ടാക്കി അവർ സുഖിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക്. ജില്ലാ കമ്മിറ്റികളും കേന്ദ്ര കമ്മിറ്റികളും അടക്കം പിണറായി വിരുദ്ധ വികാരമാണ്. പിണറായിയുടെ ധാർഷ്ട്യവും മൗനവുമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ തോൽവിക്കുള്ള പ്രധാന കാരണമെന്നാണ് എല്ലാ കോണുകളിലും നിന്ന് ഉയരുന്നത്. ജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് എന്ന് നോക്കാം. ഇതിനെപ്പറ്റി മുഖ്യമന്ത്രിൻ്റെ ഒരു ധാർഷ്ട്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രി ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. പിണറായിൻ്റെ ഈ 10 വർഷത്തെ ഭരണത്തിലുള്ള നിരുത്തരവാദിത്തമായ ഭരണം കൊണ്ടാണ് ഇപ്രാവശ്യ ലോക്സഭ തെരഞ്ഞെടുപ്പ് UDF നേടിയെടുത്തത്. അത്രേ പറയാനുള്ളൂ. എല്ലാ സ്റ്റേജുകളിലും എവിടെ നിന്ന് വന്നാലും പത്രക്കാരോടും മാധ്യമങ്ങളോടും അയാളുള്ള ഒരു ധാർഷ്ട്യം സംസാര രീതിയിലും പെരുമാറ്റത്തിലും അങ്ങനെ അത്രയോട് പറയാനുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും എന്താ പറയുക കേന്ദ്ര ഭരണത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിന് കേരളത്തിൽ നിന്ന് LDF തന്നെ വേണമെന്നില്ല. UDF ആയാലും അവിടെ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ടാണ് അഭിപ്രായത്തിൽ അത് തന്നെയാണ്. കാരണം പുള്ളി യാതൊരു ഇതും ചെയ്തില്ല ജനങ്ങൾക്ക് വേണ്ടി. ആ ലാസ്റ്റ് മൂമെൻ്റ് ആയപ്പോൾ പെൻഷൻ കൊടുത്തില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്ക് തന്നെ ജനങ്ങൾ തിരിഞ്ഞ് അതാണ് വോട്ട് കിട്ടാഞ്ഞതിൻ്റെ കാരണം. ഇപ്പോൾ അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരും തിരിഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ജനങ്ങൾക്കൊന്നും ചെയ്യാണ്ടായി കഴിയുമ്പോഴത്തേക്ക് ജനം പ്രതികരിക്കൂലേ? എന്ത് കണ്ടാലും ഇതാത്ത ആൾക്കാരല്ലല്ലോ. അപ്പോൾ കാരണം ജനങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇടതുപക്ഷ പ്രവർത്തകനാണ്. പക്ഷേ ആര് ഭരിച്ചാലും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് നിറവേറ്റണം. അതുപോലെ നല്ല രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസം, അതുപോലെ റോഡ്, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങനെ അതാണ് ജനങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലൊക്കെ ഹൈവേയിലൊക്കെ വികസനം നടക്കുന്നുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടാണ് ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് പോയത്. പിണറായിയുടെ ഒരു ധാർഷ്ട്യമാണ് അവരുടെ തോൽവിയുടെ കാരണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിണറായി സർക്കാർ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ വരുമെന്ന്? ഇനി തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പം ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതായത് ലോക്സഭ ഇലക്ഷൻ എല്ലാ പ്രാവശ്യവും LDFന് സീറ്റ് കുറവാകും. കാരണം ലോക്സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, കേരളത്തിലാണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടാറുള്ളൂ. കാരണം കൂടുതൽ UDFനാണ്. കാരണം കേന്ദ്രം അവരെ കയ്യിലാണെന്നുള്ളത് കൊണ്ട് അവർക്കാണ് കൂടുതലായിട്ടും കിട്ടാറ്. അല്ലാതെ ഇത് MLA മാരാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്തായാലും LDF ജയിക്കുള്ളൂ. പിണറായിയുടെ അനാസ്ഥയൊന്നും അല്ല കേട്ടോ. അത് ജനങ്ങളെങ്ങനെയായാലും ആ ഒരു സമയത്ത് ലോക്സഭയ്ക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലായിട്ടും കോൺഗ്രസ് അനുഭാവികളാണ് ഉണ്ടാവാറ്. കാരണം കേന്ദ്രം അവരുടെ കയ്യിലായിരുന്നല്ലോ പണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാവും. പോരെ, പുള്ളിക്ക് ഓരോ വർഷവും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര ഇങ്ങനെയുള്ള അവരുടെ പാർട്ടിപ്പെട്ട ആൾക്കാർക്ക് മാത്രം സകലമാന സംഗതികളും ജോലി കൊടുക്കുക, അല്ല പിന്മാതിരി നിയമനം, ഇങ്ങനെയുള്ള ഇടപാടുകളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഈ പ്രാവശ്യം ജനങ്ങൾ കൊടുത്തത് മുഴുവൻ. ഇനിയും ഉണ്ടാവും. ഇനി ഇങ്ങനൊരു സ്ഥാനത്തിരിക്കാൻ പുള്ളി ഉണ്ടാവില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ മൂന്നാം പിണറായി സർക്കാർ ഒരു കാരണവശാലും ഇനി നിലവിലുണ്ടാകത്തില്ല. അത് തീർച്ചയുള്ള കാര്യമാണ്. അതുപോലെ ജനങ്ങൾ വെറുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമെന്ന് പറയുന്നത് കാണാനുണ്ടോ? ഒരു ഗുണവുമില്ല. കറണ്ട് ചാർജ്, വെള്ളത്തിൻ്റെ ചാർജ്, ഗ്യാസിൻ്റെ ചാർജ്, വണ്ടിക്കൂലി, സകല സ്ഥലത്തിലും ജനങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ കാണുന്നുള്ളൂ. പിഴിഞ്ഞ് കാശുണ്ടാക്കി അവർ സുഖിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക്.